വെയിലില്ലാത്തപ്പോൾ കുഴപ്പമില്ലല്ലേ? എത്ര നേരം പാടിക്കൊണ്ടു നല്ല വയസ്സാണ്. ഇവിടെ ഇവിടെ എല്ലാവരും ഇവിടെ ഓക്കെ. മംഗലത്നം എന്ന ദേവകി ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്ക് പഴയ വിളംബരമാണ്. വാസനയില്ല. ഞാൻ അവിടെ ഇല്ല, അത് കുഴപ്പമില്ല. കവിതാ സമാഹാര പ്രകാശനം സിനിമ മിനി സ്ക്രീൻ താരങ്ങളും സംഗീത സംവിധായകരും കലാനിധി പ്രതിഭകളും അണിയിച്ചെടുക്കുന്ന നാഗധ്വനി ഭജൻസ്, നൃത്ത സംഗീത സമന്വയം എന്നീ വേദിയിൽ അരങ്ങേറുകയാണ്. ആദ്യമായി ഈ വേദി കാവ്യവേദിയാണ്. കലാനിധിയുടെ ആദ്യ കവിതാ സമാഹാരമായ വിഷുപക്ഷി പാടുന്നു എന്ന കവിതാ സമാഹാരത്തിൽ കലാനിധിയുടെ അനുഗ്രഹീത മെമ്പേഴ്സ് അംഗങ്ങൾ ചേർന്നൊരുക്കിയ ഒരു കവിതാ സമാഹാരമാണ് വിഷുപക്ഷികൾ പാടുന്നു എന്ന കവിത. ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇന്ന് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിങ്ങൾക്ക് കാലുവയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. അതും ഒരു വർഷാകാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗുരുവായൂരിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വൈകുണ്ഠ മാസക്കാലം തന്നെ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിങ്ങൾക്ക് വരാൻ തോന്നിപ്പിച്ചത് തന്നെ ഗുരുവായൂരപ്പനാണ്. അതാണ് കലാനിധി ടീച്ചറുടെ ഒരു നിയോഗത്തിലൂടെയാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. അതിൽ നമ്മളെല്ലാവരും ഓരോരുത്തരും മനസ്സ് തുറന്ന് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. കലാനിധിക്ക് അങ്ങനെ തോന്നിച്ചു തന്നെ നമ്മുടെ പൂർവ്വജന്മ സുഹൃതം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹ ആശംസകളും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ അഭ്യുദയ കാക്ഷികൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് മനസ്സ് തുറഞ്ഞ് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.
അതെ, നമ്മുടെ ഈ പ്രോഗ്രാം വളരെ വിജയകരമാക്കുന്നതിന് നിങ്ങളെ ഓരോരുത്തരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. മനസ്സോർന്നുള്ള സന്തോഷം നമ്മൾ അനുസരിച്ച് തന്നെ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് പൂർണ്ണ വിശ്വാസവും സാക്ഷിയും കൂടിയാണ് ഞാൻ ഉണ്ണി ബാസുരി. നിങ്ങൾക്കറിയാം, ഞാൻ സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷു സദ്യ, ശ്രീകൃഷ്ണാമൃതം പുരസ്കാരം, വന്ദേ വെങ്കടനാഥം മ്യൂസിക്കൽ വീഡിയോ ആൽബം റിലീസിംഗ്, വിഷു പക്ഷികൾ പാടുന്നു എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം, സിനിമ മിനി സ്ക്രീൻ താരങ്ങളും സംഗീത സംവിധായകരും കലാനിധി പ്രതിഭകളും അണിയിച്ചൊരുക്കുന്ന നാഗദൂരി ഭജൻസ്, നൃത്ത സംഗീത സമന്വയം, മീഡിയ അവാർഡ് വിതരണം, അങ്ങനെ വിവിധ കലാപരിപാടികളോടുകൂടി നമ്മുടെ ഈ സായം സന്ധ്യയോടുകൂടി ഉച്ച മുതലുള്ള എല്ലാ പ്രോഗ്രാമും വളരെ വിജയകരമാക്കി തീർക്കാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് മനസ്സുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നൽകാനും എന്നെ ഇതിലെ ക്ഷണിച്ചാക്കലാണിതി ക്രിസ്ത്യാനിറ്റി ശ്രീമതി ഗീതരജയും അവരോടും കലാനിധി കൺവീനർ അവരോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു ഓണം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. കണിയൊരുക്കുകയും വിഷുക്കൈനീട്ടം നൽകുകയും വിഷുസദ്യ ഒരുക്കുകയും കാർഷിക ഉത്സവമായ വിഷു നമ്മൾ ആഘോഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന വിഷുപക്ഷികൾ പാടുന്നു എന്ന കവിതാ സമാഹാരത്തിലെ ഞാൻ എനിക്ക് അവരുടെ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഈ കാവ്യവേദിയുടെ ഉദ്ഘാടനം ചെയ്യുന്നു. കതിരുകാണാക്കിളി പറന്നു വന്നു ആനന്ദരാഗത്തിൻ പാട്ടുമായി വിളഞ്ഞൊരച്ചക്കപ്പഴത്തിൻ മീതെ ആകെയൊഴിഞ്ഞു പറന്നുപോയി ദൂരെയാ കണിക്കുന്ന പൂമരത്തിൽ പറന്നിരുന്ന കിളി പാടിരുന്നു നെൽക്കതിർമണിയുടെ ഉണരുവാനും. നാദാൻ സാർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ കലാനിധി അംഗമായ അടുത്തതായി വിഷുപക്ഷി പാടുന്നു. മഞ്ഞണിഞ്ഞ കൊമ്പിലിരുന്നു വിഷുപക്ഷി പാടുന്നു. കണിയൊന്നൊരുക്കുവാൻ പാടിപ്പറയുന്നു. കണ്ണനെയൊരുക്കി കണിയൊരുക്കി കൈനീട്ടം വാങ്ങുവാൻ ഞാനൊരുങ്ങി. നാണയം വേണ്ട നോട്ടുമതി. പിണങ്ങിയ മുറ്റത്ത് ചെന്ന നേരം വിഷുപക്ഷി പിന്നെയും പറന്നു വന്നു. പൊങ്ങമരങ്ങൾ കരളിന്റെ ഉള്ളിൽ വിളകുതെളിഞ്ഞു. പീലിയും ഒന്നിയും ചേരയുമായി വിഷുപക്ഷി പാടുന്നൊരാകിലമായി വിഭവ സമൃദ്ധമാം മേടം പുലരുന്നു. ഇലം നിറയുന്നു സമ്പത്തി. കരിമഷിക്കണ്ണെഴുതിയ മൈപ്പിടകൾ കൂട്ടിനായി ഇനിയൊരു വിഷുക്കാലമണഞ്ഞിരാനായി കാത്തിരിക്കാം കണിക്കൊന്നയെ പോൽ. കാത്തിരിക്കാം കണിക്കൊന്നയെ പോൽ. വസന്തം
ഇത്രയല്ലേ ഉള്ളൂ, അതിലെ പ്രശ്നം. ഗുരുവായൂരപ്പൻ്റെ തിരുമണ്ണിൽ ശ്രീകൃഷ്ണാമൃത പുരസ്കാരവും വന്ദേ വൈകുണ്ഠനാഥം മ്യൂസിക്കൽ വീഡിയോ ആൽബം റിലീസിങ്ങും വിഷുപക്ഷികൾ പാടുന്നു കവിതാ സമാഹാരവും പ്രകാശനവും സിനിമാ മിനിയൽ എന്നിവരുടെ ശിക്ഷണത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കുകയും 2010 ഇവർക്കും സായന്തന നമസ്കാരം. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ സിൽവർ ജൂബിലി ആഘോഷഫലമായി ശ്രീ കൃഷ്ണാമൃതം പുരസ്കാരവേദിയും മാധ്യമ അവാർഡും വിഷുക്കണി കൈനീട്ടം, വിഷുസദ്യ എന്നിവ നടക്കുന്ന ഈ പുണ്യഭൂമിയിൽ ആറന്മുള ഭഗവാന്റെ വഞ്ചിപ്പാട്ട് പാടുന്ന അർജുൻ സാരഥി ഈ വേദിയിലുണ്ടെങ്കിൽ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ അനന്തകൃഷ്ണൻ, നിരഞ്ജൻ എന്നിവരെ വിശിഷ്ട വ്യക്തികളെ ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനായ ബോബി സാറും കലാനിധിയെ അനുഗ്രഹിക്കുന്ന ഈ വേദി ഏവരെയും ഹൃദയ കലാനിധിയുടെ മുഖ്യരക്ഷാധികാരി അവാർഡ് കമ്മിറ്റി ചെയർമാനും ചെയ്യുന്നു. അതുപോലെ ടീച്ചറിൻ്റെ മകൾ ആറന്മുള വള്ളംകളി
വള്ളപ്പാട്ടിൻ്റെ സംഗീതം ലോക ശ്രദ്ധയെ ആകർഷിപ്പിച്ച 3.5 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് അർജുൻ സാരഥി വേദിയിലെത്തിയിട്ടുണ്ട്. വേദിയിലേക്ക് ഇന്ന് മോനെ കിരീടം അണിയിച്ച് കലാനിധി പട്ടം നൽകുന്ന ചടങ്ങിന് മോനെ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കലാനിധി ബാലകലാ പ്രതിഭ പട്ടം നൽകുന്നത് നിരഞ്ജന നക്ഷത്ര രഞ്ജിത്താണ്. നക്ഷത്ര സോഷ്യൽ മീഡിയയിലൂടെയും നൃത്താവിഷ്കാരം ചെയ്യുന്നു. പക്ഷേ ഞാനത് 51 കുട്ടികളെ കൊണ്ട് ഒരു 2 ആഴ്ചത്തെ പ്രയത്നം കൊണ്ട് ആ ചേട്ടന് ദൂരദർശൻ്റെ ടൈറ്റിൽ സോങ് ചേട്ടനാണത് ചെയ്തത്. അതിൻ്റെ ഇന്ന് അഭിമാന മുഹൂർത്തമാണ് ചേട്ടന് ഇന്ന് ഈ വേദിയിൽ SP ബാലസുബ്രഹ്മണ്യൻ സാറിൻ്റെ പേര് ശ്രീകൃഷ്ണാമൃത പുരസ്കാരം നൽകി ആദരിക്കുന്നത്. 1000 ഇന്നും യൂട്യൂബിലൂടെ ആ ടൈറ്റിൽ സോങ് ഇന്നും വൈറലായിരിക്കുന്നതായിട്ടാണ് ചേട്ടൻ എന്നോട് പറയാറ്. ചേട്ടൻ എൻ്റെ കലാനിധിയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ കലാകാരന്മാർക്കും ഒരിക്കൽ കൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമധേയത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മത്തിനായി ഇന്ദുലേയ ചേച്ചിയെ വിനയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ തൃപ്പരപ്പ് വഴി ആണ് ഞാൻ ഇവിടെ എത്താൻ സാധിച്ചത്. അങ്ങനെയാണ് ഞാൻ ഗീതാരാജനെ പരിചയപ്പെട്ടത്. പിന്നെ മോഹൻ സിത്താര സാറ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. എൻ്റെ രക്ഷാധികാരിയാന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. അച്ഛൻ്റെ ഒരു പാട്ട് തിരഞ്ഞെടുത്ത് സംഗീതം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മലവാകപ്പൂവി അല്ലേ, മണമുള്ള പൂവി എന്നുള്ള പാട്ട്. ഇത് സന്തോഷമാണ് അതൊക്കെ. അപ്പം അതുകൊണ്ടും അങ്ങനെ എനിക്ക് വരണമെന്ന് തോന്നി. പിന്നെ ഈ നല്ലൊരു ഇത്രയും പുരസ്കാരങ്ങൾ നേടിയ ഈ കലാഗ്രൂപ്പിനെ ഒന്ന് കാണണമെന്നും ഒരാഗ്രഹം തോന്നി. നിങ്ങളുടെ എല്ലാവരുടെയും ഇനിയും പുതിയ കലാകാരന്മാരും ഇനി വരാനിരിക്കുന്നതും കലാകാരന്മാരും പിന്നെ അവരുടെ കല ഉറപ്പിച്ച ആൾക്കാരും പുരസ്കാരം നേടിയവർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി നല്ലൊരു ഗ്രൂപ്പിനെ എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. ക്ഷണിക്കുന്നു. സുഹൃത്തുക്കൾക്ക് കലാനിധി ഈ വേദിയിൽ വിഷുക്കണി ചലച്ചിത്ര ഗായകരും
പഴയകാല ഈ രംഗത്തെ പ്രമുഖരായ വ്യക്തികളുമായ ഗുരുനാഥന് തുല്യം സ്നേഹിക്കുന്ന ഞാൻ അവരുടെ മുന്നിൽ രണ്ടും കൂപ്പി നമസ്കരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരിക്കലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചതാണ്. നമ്മുടെ മാഡം, ഇതിൻ്റെ സംഘാടകർ നിരന്തരമായി വിളിച്ചപ്പോഴും എനിക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് മനസ്സിൻ്റെ അകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗുരുവായൂരപ്പൻ ഈ കൃത്യസമയത്ത് ഇന്നിവിടെ എത്തിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അനിയന്ത്രിതമായ, നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയാത്തുള്ള ഒരു വലിയ ബഹുജന തിരക്ക് ഇത്തവണ ഗുരുവായൂരിൽ കാണും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നാളെ മുതൽ അതിൻ്റേതായ ഒരുക്കങ്ങളിൽ കടക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ കാണാൻ അവസരമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ഒരു പരീക്ഷണം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എത്താനുള്ള കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇന്ന് വരാൻ കഴിയില്ല, നാളെ എന്ന് പറഞ്ഞപ്പോൾ അടിയന്തരമായി ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ വരികയും ഇന്ന് തന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞായറാഴ്ച ഞാൻ പക്ഷെ എന്നാലും ഇത് സംഘടിപ്പിച്ച കൃഷ്ണാമൃതം എന്ന പേര് തന്നെ ഒരു മഹത്തായ പേരാണ്. ഇതിൽ നിൽക്കുന്ന കൃഷ്ണൻ്റെ രൂപത്തിലേക്ക് എല്ലാം മറന്ന് ഒരു5 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് നോക്കാൻ കഴിഞ്ഞാൽ ഭഗവാന് കൃഷ്ണന് ജീവൻ വന്നു എന്ന് കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃഷ്ണൻ അദൃശ്യമായ ഒരു ശക്തിയാണ്. ഞാനൊന്നും പ്രതീക്ഷിക്കാതെ, ഒരിക്കലും ആഗ്രഹിക്കാതെ വളരെ പെട്ടെന്ന് ഒരു ഉത്തരവിലൂടെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായത്. ഈ മഹാസമുദ്രത്തിലെ തോണി തുഴയാനുള്ള ഒരു ശക്തി, കഴിവ് എനിക്കുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതിനു മുൻപ് ഞാനൊന്നും ആഗ്രഹിക്കാത്ത തെറ്റുകളും പോരായ്മകളും കുറവുകളും പല രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും എല്ലാം കഴിച്ച ഞാൻ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മഹാശക്തിക്ക് മുൻപിൽ മനുഷ്യരൂപത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ശ്രീകൃഷ്ണ ഭഗവാന് നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങിലേക്ക് അർജുൻ സാരഥിയെ ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് നമ്മുടെ എല്ലാം ഗുരുസ്ഥാനീയനായ മോഹൻ സിതാര സാർ. തലപ്പാവണിയിക്കുന്നത് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ.
പതക്കം നൽകുന്നത് കലാനിധിയുടെ ഗുരുസ്ഥാനീയനായ നാഥൻ സർ. പുരസ്കാര സമർപ്പണം വയലാർ രാമവർമ്മ സാറിൻ്റെ മകൾ ഇന്ദു ചേച്ചിയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കലാനിധിയുടെ അഭിമാനമായി ഈ കുഞ്ഞ് സൂര്യൻ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കലാനിധിയുടെ ഒരു എളിയ ആദരവ്. എല്ലാവരും കൈയടിച്ച് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക. പ്രസിദ്ധിപത്ര സമർപ്പണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഗോപിനാഥൻ സർ. ദീദി ഒരു വരി പാടുവാണ്. ചെന്നിത്തലയെന്നാണ് വരുന്നത്. ചെന്നിത്തല എന്ന് പറയുന്നത് മണ്ണാർശാലയ്ക്ക് എമ്മയുടെ സ്ഥലത്തു നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് ആറന്മുളയിൽ 52 പള്ളിയോടങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ദൂരം കൂടുതൽ വരുന്ന ചെന്നിത്തല എന്നുള്ള കരയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പം ഇവൻ കുഞ്ഞിനിപ്പം 3.5 വയസ്സാണ്. ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഇവന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂട്ടറിൽ നിന്ന് ജസ്റ്റ് വീണ് ഇവിടെ കുഞ്ഞിൻ്റെ താഴെ ഒരു സ്റ്റിച്ചൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പാടാത്തത്. എന്നാലും ഈ നമ്മുടെ വഞ്ചിപ്പാട്ട് തുടങ്ങുമ്പോൾ ഒരു വന്ദനമുണ്ട്, ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. അതുമാത്രം ഈ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വന്ന് പാടണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റെസ്റ്റിൻ്റെ സമയം കൊണ്ടാണ്. ഇനിയൊരു വലിയൊരു അവസരം ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷിക്കുകയാണ്. അപ്പം ആ വന്ദനം മാത്രം കുഞ്ഞൊന്ന് പറയാം. ഇത്രയാണ്. ഇത് വഞ്ചിപ്പാട്ടിൻ്റെ ആദ്യത്തെ വന്ദനമാണ്. ഈ വന്ദനം തുടങ്ങിയെന്നാണ്. വന്ദനം തുടങ്ങി വഞ്ചിപ്പാട്ട് പാടി ഈ വന്ദനം പാടിയാണ് നിർത്തുന്നത്. അതെങ്കിലും പാടാൻ സാധിച്ചതിൽ ഗുരുവായൂരപ്പനുള്ള പ്രാർത്ഥനയും ഈ കലാനിധി ട്രസ്റ്റിലുള്ള എല്ലാ അംഗങ്ങളോടും പ്രത്യേകിച്ച് ഗീതാമ്മയോടുള്ള നന്ദിയും ഈ കുഞ്ഞിനെ ഇത്രയും ആദരിച്ച വ്യക്തിത്വങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. രഞ്ജിത്തിന് കലാനിധി പട്ടം നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. പ്രശസ്തി പത്ര സമർപ്പണം കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ. തലപ്പാവ് വഹിക്കുന്നത് മോഹൻ സിതാരാജ്. ഇന്ന് കുഞ്ഞുങ്ങളുടെ എല്ലാം നാഗധ്വനി ഭജൻസ് ഈ വേദിയിൽ അരങ്ങേറുന്നതാണ്. തലപ്പാവ് വഹിക്കുന്നത് മോഹൻ സിതാരാജ്. പട്ടം നൽകുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ. പുരസ്കാര സമർപ്പണം ഗോപിനാഥൻ സർ. വിശുദ്ധ നൽകുന്നത് നാഥൻ സർ. തലപ്പാവ് വഹിക്കുന്നത് ഗോപിനാഥൻ സർ. പുരസ്കാര സമർപ്പണം
ഇന്ദുലേഖ ചേച്ചി. പ്രസക്തി പത്ര സമർപ്പണം കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ. വിശുദ്ധീകരണം നൽകുന്നത് ഉണ്ണി ബാസുരി. എവിടെ തെയ്യമുണ്ടെങ്കിലും അത് പോയി കാണുകയും സ്വന്തമായാണ് ഈ ബയൻഡിൽ തെയ്യത്തിൻ്റെ രൂപങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് കുഞ്ഞിനെ പരിചയപ്പെടുത്തുന്നത്. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനലും മാധ്യമങ്ങളും വളരെയധികം പ്രോത്സാഹനം എൻ്റെ കൊച്ചു കുഞ്ഞുമ്മിന് നൽകിയിരുന്നു. കലാകാരൻ കലാനിധിയുടെ അഭിമാനമായി തീരുമെന്ന് നിസ്സംശയം നമുക്ക് പ്രാർത്ഥിക്കാം. ആദരിക്കുന്നതോടൊപ്പം കുഞ്ഞൊരു തോറ്റംപാട്ട് ഈ വേദിയിൽ പാടുന്നതാണ്. ആദരിക്കുന്നത് മോഹൻ സിതാരാസ്. തലപ്പാണിയിക്കുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ. ചെണ്ടമേളം, എല്ലാ കലാരൂപങ്ങളും എല്ലാ വാദ്യോപകരണങ്ങളും ഈ കുഞ്ഞ് കൈവിരുന്നിൽ നിസ്സംശയം നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകണം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും. ആദരവ് നൽകുന്നത് ഇന്ദുലേഖ ചേച്ചി. പ്രസക്തി പത്ര സമർപ്പണം നാദൻ സർ. വിശുദ്ധീകരണം നൽകുന്നത് ഉണ്ണി ബാസുരി. വാഴുന്ന ശ്രീവൈകുണ്ഠൻ നൃത്യമഹേന്ദ്രമായി അവതരിച്ചുണ്ടായ ശംഭുവും ബാലൻ കന്നഡത്തിൽ പുതിയ വലിയ സ്ഥലം നല്ല പാലായി ദേശത്തമ്പവും പാലായി പരപ്പൻ പരമോദര സത്യമെങ്കിൽ ഏൽപ്പിച്ചു കോലം സാക്ഷാൽ വിഷ്ണുമൂർത്തി. എന്നുടെ കണ്ണനെ കൊന്നു കുറുപാടനെ കണ്ടുപിടിച്ചു നാം കുന്നു വീരടക്കുമേ മണ്ണം മുടിക്കാനെന്ന് പരദേവര പാലന്തായി കണ്ണൻ്റെ കദലിക്കുളത്തടുത്ത് കൽപ്പട വിരിട്ട് നിഷ്കരണം കൊല ചെയ്ത് കുറുവാട്ടുകുറുപ്പിൻ്റെ തറവാട് പ്രസക്തി പത്ര സമർപ്പണം ഇന്ദുലേഖ ചേച്ചി. വിഷുക്കൈനീട്ടം നൽകുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ. ഇന്ന് വിശിഷ്ടരെ, മറ്റ് എൻ്റെ സുഹൃത്തുക്കളെ, അതിനായി ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ട എൻ്റെ മാതാപിതാക്കളുടെ ആത്മാവിനോടും എന്നെ സംഗീത ലോകത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയ എൻ്റെ മരണപ്പെട്ട മൂത്ത സഹോദരൻ സുബ്രഹ്മണ്യ ചേട്ടൻ്റെ ആത്മാവിനോടും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരോടും നന്ദി പറയുന്നു. ഈ കൃഷ്ണാമൃതത്തിൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം
എൻ്റെ ഇഷ്ടഗായകരായ 3 പേരാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 പേര്. അതിൽ ദാസ് സാറ്, SP ബാലസുബ്രഹ്മണ്യൻ സാർ, ജയേട്ടൻ, ഇവർ 3 പേരാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായകർ. അതിൽ SPB സാറും ജയേട്ടനും നമ്മെ വിട്ടുപോയി. ഇനി നമ്മുടെ ദാസ് സാറാണ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം ഇനിയും ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഗീത വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ദൂരദർശന് വേണ്ടി ഞാൻ പണ്ട്, എനിക്ക് തോന്നുന്നു 10-15 വർഷമായി കാണുന്നു തോന്നുന്നു, ഒരു നാടൻ പാട്ട് ചെയ്തിരുന്നു. അത് കലാഭവൻ മണി കൊണ്ട് പാടിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മണിക്ക് അപ്പോൾ എന്തോ പനി എന്തോ അടിച്ചു. അപ്പോൾ ആ പാട്ട് ഞാൻ തന്നെ പാടി. കുട്ടാടും പാടത്ത് കറ്റ കെട്ടാൻ പൂർവ്വം അങ്ങനൊരു പാട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അന്ന് ചെയ്തു വെച്ച പാട്ടാണ്. അതിനോടൊപ്പം ഒരു അമ്പാടിക്കണ്ണ നീ പമ്മി നടക്കുന്നു എന്നൊരു പാട്ട്. അത് ഗീതയുടെ സ്റ്റുഡൻസാണ് അന്ന് ഡാൻസ് കളിച്ചത്. അത് ദൂരദർശനിൽ പാട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. ഇപ്പോൾ വരണ്ടോ എനിക്കറിയില്ല. പിന്നെ ഞാൻ 1977 യേശുദാസ് സാറിൻ്റെ ഒരു മ്യൂസിക് സ്കൂളിൻ്റെ ട്രിവാൻഡ്രത്ത് തരംഗ നിസരി സ്കൂൾ ഓഫ് മ്യൂസിക് അവിടെ പഠിക്കാൻ പോയി. അങ്ങനെ ആ അവസരത്തിൽ സിത്താര എന്ന ഒരു മ്യൂസിക് ക്ലബിലൂടെ ഞാൻ വയലിൻ വായിക്കാനൊക്കെ പോയിരുന്നൊരു കാലം. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയാണത്. അതിനുശേഷം ദാസർ അവിടെ തരംഗിണി സ്റ്റുഡിയോ തുടങ്ങി. അക്കാലത്ത് മദ്രാസിൽ നിന്നും മ്യൂസിക് ഡയറക്ടേഴ്സ് അവിടേക്ക് വരുമായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, ശ്യാം സാറ്, MG രാജനേട്ടൻ ട്രിവാൻഡ്രത്തിനെയാണ്. അതുപോലെ ഉദയഭാൻ ചേട്ടൻ, അങ്ങനെ ഉള്ള പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ 1 മുതൽ 0 വരെ എന്ന സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. വിളിക്കണം, എന്നെ കൊണ്ടാവുന്നത്ര ആളുകളെ ഭഗവാന്റെ മുമ്പിൽ ഞാൻ എത്തിച്ചു തരും എന്ന് കൂടി ചോദിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ നമ്മുടെ മാന്യ മിത്രങ്ങളെ, ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രിയ ഗോപി സാറും മോഹൻ സാറും നമ്മളോട് സംസാരിച്ചു, നിങ്ങൾക്ക് ഇവിടെ വരാൻ മറ്റൊന്നുമല്ല, ഗുരുവായൂരപ്പൻ്റെ യോഗം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഇവിടെ സൈനികരായ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്ന് നിങ്ങൾ ഈ വേദിയിൽ എത്തിച്ചേരുന്നത്. കലാനിധിയുടെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ റിലീസിംഗ് ആണ്.
കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗീതയെ ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം. ഗീതയ്ക്ക് കലയോടുള്ള സ്നേഹം, അതിനെ എങ്ങനെയൊക്കെ വളർത്തി കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആണ് വീണ്ടും ഈ ഗുരുവായൂർ എന്താ പറയുക സന്ധിക്കാനായിട്ട് അവസരം ഉണ്ടായത്. ഗീതയുടെ ഗീതയോടൊപ്പം പ്രവർത്തിക്കുന്ന ഏവർക്കും ഇതിനോട് എത്രത്തോളം ആ കലയോടും കലയെ വളർത്തുവാനും വളർന്നു വരുന്ന കലാകാരന്മാരെ വളർത്തി കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ കൊണ്ടുവരുവാനും പ്രയത്നിക്കുന്ന ഗീതയെയും അവരുടെ സംഘാടകരെയും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാകാതിരുന്ന കാലത്താണ് ഞാനൊക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരു തമാശ രൂപത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു മുഴത്തിനും എല്ലാ സ്ഥലത്തും ഡാൻസേഴ്സും സംഗീതം അറിയുന്നവരും എല്ലാ കല കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും ഇന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ആദ്യം ഈ കല കൈകാര്യം ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലം പോകെ ഈ കലയോട് അടുപ്പം കൂടുകയും അതിനോട് ഭക്തി തോന്നുകയും എനിക്കും പ്രശസ്തരാവണം എന്നുള്ള ഒരു ആഗ്രഹം വളർന്നതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കലാകാരന്മാരുണ്ടായത്. കല മത്സരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, കല അറിഞ്ഞ് മനസ്സിലാക്കുക. അതിന് ഒരു കുറച്ച് ദിവസം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമാണ്. നിരന്തരമായ സാധന. പഠിക്കുന്ന കുട്ടികളായാലും പഠിപ്പിക്കുന്നവരായാലും നമുക്കറിയാത്തതെല്ലാം അറിയുന്ന സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു അറിവും കൂടെ അല്ലെങ്കിൽ ആ ചിന്തയും കൂടെ എല്ലാവരിലും ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. കലാനിധി നൃത്ത സംഗീത സഭ എന്ന നാമധേയത്തിൽ സാഹിത്യകാരി, എഴുത്തുകാരി, അതിനേക്കാട്ടിലുപരി ഭഗവാന്റെ ഒരു ഭക്തയും കൂടെയാണ് ഇന്ന് ഈ വേദിയിൽ ചേച്ചി നാഗധ്വനി ഭജൻസ് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതാണ്. എസ് കലാറാണി, ഗീതാ ദിവാകരൻ, കവയിത്രി, എഴുത്തുകാരി, ശ്രീകൃഷ്ണാമൃത പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഗീതാ ദിവാകരൻ. എല്ലാ വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഞങ്ങളുടെ എളിയ ആദരവ് ഞങ്ങളുടെ മെമ്പേഴ്സിന് കൊടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. 3-4 മാസത്തെ വ്യക്തികളുടെ കൈകളിൽ നിന്നും ഞങ്ങളുടെ എളിയ ആദരവ് ഞങ്ങളുടെ കവേരി ശ്രീനി, കവയിത്രി, നോവലിസ്റ്റ്. വത്സല നിലമ്പൂർ, നോവലിസ്റ്റ്, കവയിത്രി, സാഹിത്യകാരി. സിതാര സാറിൻ്റെ കൈകൊണ്ട് ആദരവ് നൽകാനായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സനീഷ് ആറ്റർ, വൈകുണ്ഠനാഥം മ്യൂസിക്കൽ വീഡിയോ ആൽബം എന്നീ വേദിയിൽ പരമാത്മാവുമാണ്. നിരവധി പ്രോഗ്രാമുകൾക്ക് എൻ്റെ മെസ്സേജ് പ്രസ് ക്ലബ് ഫോറം, ക്ഷമിക്കണം, ലിജിത് മാധ്യമം പ്രസ് ഫോറം, ഗുരുവായൂർ. ശ്രീ ABC അലക്സ്, റിപ്പോർട്ടർ മെട്രോ വാർത്ത. അഡ്വക്കേറ്റ് രവി ശങ്കർ. PK
malayalamdaily.com. അമ്പലത്തിലെ നാദസ്വര വിദ്യ അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം 108 ശയന പ്രദർശനം ചെയ്ത് വേൾഡ് ഗിന്നസ് കിട്ടിയ ഒരു കുട്ടിയാണ്. കലാനിധി മോടെ അനുശ്രീയുടെ നിറഞ്ഞു കവിതകൾ എന്ന കവിതാ സമാഹാരം കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ മ്യൂസിക്കൽ ആൽബത്തിൽ ബിന്ദു ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. സൗദാമിനി മേനോൻ, സുചിത്ര മഞ്ജുഷ നായർ, ശ്രീമതി രജനി ടി നായർ, അടുത്തതായി അവാർഡ് നൽകുന്നത് ദേവിക ആനന്ദൻ, ACV ന്യൂസ്. സംഗീത മോഹൻദാസ്. പോട്ടെ. മോഹൻ സിത്താര സാറിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാൻ സാധിച്ചതും പാടാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. ഗീതാൻ്റെയോട് എപ്പോഴും പറയേണ്ടത് ഞാനിപ്പോൾ പാടുകയാണ്. സനീർ സാർ എഴുതി ഞാൻ സംഗീതം ചെയ്തൊരു പാട്ടാണ്. പത്മപാദം തൊട്ടൊരു നിമിഷം തരൂ, പത്മപാദം തൊട്ടൊരു നിമിഷം തരൂ കൃഷ്ണ, പത്മതീർത്ഥമായൊഴുകി വരൂ നിന്റെ പത്മദലങ്ങളിൽ അഭയമികൂ കണ്ണ, ഭയമികൂ പത്മപാദം തൊട്ടൊരു നിമിഷം തരൂ. സരോജൻ ടീച്ചറിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. തിരുവാതിര ഹേമ മാത്യു. മദറിലായാണ് ഇന്ദിര ചേച്ചി. എനിക്ക് മായ സുഭാഷ്. ഗാനരചയിതാവാണ്. നിരവധി ആൽബങ്ങൾ ആറ്റിയാൽ വസന്ത
അർജുൻ കുമാർ പി. എഴുതിയത് വായിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയത് മോളെ അപ്പുറത്ത്. രക്തരക്ഷസിലെ മെയിൻ നായികയാണ് ചിപ്പി. ശരി രാജു മോനെ പതക്കമാണ് പോവില്ലെന്നറിയാം. എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെ പ്രചോദനം നൽകുന്ന ഒരു മാധ്യമ സുഹൃത്ത് എഴുത്തുകാരൻ ഡോക്ടർ ഫിലിപ്പോസ്. ശ്രീ അഭിലാഷ് ഏറ്റുവാങ്ങുന്നത് അച്യുതൻ സാറാണ്. അഭിലാഷിൻ്റെ ആണോ? ആരാ? ഗോപി എന്താ വരാതെ? ഗോപി വന്നില്ല ഇന്ന്. ഗോപി മാഷ് വന്നില്ലേ? ഗോപി മാഷ് വന്നില്ലേ? മാഷ ഞാൻ ഭജനിൽ നല്ല രീതിയിൽ ഗാനം ആലപിക്കുന്നുണ്ട്. ഇന്ന് ഈ വേദിയിൽ അജിത, മല്ലിക ആർ ഷിബു, മല്ലിക ആർ ഷിബു, ലീന സാബു വർഗീസ്, ജയേഷ് പായം, സൊറ സുൽത്താന, ജിഷ്ണ സജിത്. ഞാൻ ടീച്ചറിനെ അവാർഡ് കൊടുക്കാനായിട്ട് കുറേ വിളിച്ചിരുന്നു. അല്ല ടീച്ചർ പോയോ? ടീച്ചറേ പി വി ദിവാകരൻ, കണിഞ്ഞിമൂല. വനിതാ ദിനത്തിന് അദ്ദേഹം വനിതാരത്ന പുരസ്കാരം നൽകി എന്നെ ആദരിച്ചിരുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്വീകരിച്ചു. അതിൽ എൻ്റെ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഇവിടെ ഒരു പ്രസംഗിക്കേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തും. ഹരി കെ പുരക്കർ മാഷ്. കഴിഞ്ഞു. കലാനിധിയുടെ അതുല്യ കലാകാരൻ മിൻഹാസിനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. ഈ ഒരു വേദി ഒരുക്കി തന്ന ഗീത മാം, ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കാറ്. ആൻറ്റി ഒരുപാട് കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. കാരണം എനിക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴും ആൻറ്റി ആയിരുന്നു എൻ്റെ കൂടെ നിന്നത്. ഞാൻ ആദ്യം നൃത്തം ചെയ്ത് തുടങ്ങിയതായിരുന്നു എൻ്റെ കരിയർ. പിന്നെ മോഡലായി, പിന്നെ ഫാഷൻ കൊറിയോഗ്രാഫറായി, ഇപ്പോൾ ആക്ടറായിട്ട് നിൽക്കുന്ന ഈ വേദിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്റർനാഷണൽ വേൾഡ് അന്തർദേശീയ ഡാൻസ് മൃണാലി സരാഭായി ഫെസ്റ്റ്
മിസ്സിസ് പ്രീതി, നൂർജഹാൻ, കലാനിധി സിൽവർ ജൂബിലി പുരസ്കാരം. അഷ്ടമി കാഞ്ചന, കവയിത്രി. അഷ്ടമി 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 രാജീവ് പെരിങ്ങോട്ടുകര. അതുപോലെ തന്നെ യൂട്യൂബറാണ്. യൂട്യൂബിൽ രാജീവ് പെരുമുട്ടിൽ നടിച്ച എൻ്റെ കുറേ പാട്ടുകളും കഥകളും കവിതകളും ഒക്കെ കേൾക്കാൻ പറ്റും. സ്പെഷ്യൽ ജൂറി പുരസ്കാരം. ശ്രീമതി സരിക ശ്രീകുമാർ. മ്യൂസിക് ഡയറക്ടർ. ഇത് മെമ്മൻ്റോ ഒന്ന് മാറ്റിത്തരാം, വാങ്ങിച്ച ഫോട്ടോസ്. സുൽഫി നാട്യോദയം ഉണ്ടോ? കവിത ജയൻ. കവിത ജയൻ. ലീന സാബു വർഗീസ്. ലീന സാബു വർഗീസ്. പങ്കെടുക്കുന്നവർക്കുള്ള ഉപഹാരമാണ്, വിഷു കൈനീട്ടമാണ്. എല്ലാവരും വന്നിട്ട് വാങ്ങിക്കണമെന്ന്. എല്ലാവരും ഒന്ന് വാങ്ങിക്കണം. സുജാത, എല്ലാവർക്കും സുജാത ഒന്ന് വാങ്ങിക്കണേ. നക്ഷത്ര സർട്ടിഫിക്കറ്റ് സുജാത. ഇത് തിലകം വിജയൻ. ജയാപ്രദീപ് വന്നിട്ടുണ്ട്. തിലകം വിജയൻ. വിഘ്നേഷ്. ശ്രീധൻ. ശ്രീനന്ദന. സിനി ജി എസ്. ശ്രീലക്ഷ്മി വി എസ്. വിഘ്നേശ്വരൻ. വിഘ്നേശ്വരൻ സുഫി. ശ്രീലക്ഷ്മി. വിഘ്നേശ്വരൻ. ശ്രീ അമ്പിളി. അമ്പിളി ബാബുഷ സുൽത്താൻ. ഒത്തുചേരലാണ് ഇവിടെ ഉണ്ടായത്. ഇതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്നത് ശ്രീമതി ഗീത ആണ്. പൊതുവെ ശാരീരികമായിട്ടൊരു തളർച്ച വന്ന അവസരത്തിലും അവരെൻ്റെ പേര് ഓർമ്മിച്ചു, 2 വാക്ക് പറയണമെന്ന് അവർ അവിടെ നിന്ന്. മാനിത ഗുണവൈഭവ ബാലക രക്ഷകം മാനിത ഗുണവൈഭവ ബാലക പ്രഹ്ലാദ രക്ഷകം ബാലക പ്രഹ്ലാദ രക്ഷകം ബാലക
ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരുന്നു എനിക്ക് ഈ ഒരു പ്രോഗ്രാം. കാരണം ഒരുപാട് വേദികളിൽ ഞാൻ പോവുകയും ഒരുപാട് വേദികളിൽ ഒരുപാട് ആൾക്കാരുടെ കലാപ്രവർത്തനങ്ങളും ഒക്കെ ഞാൻ നേരി കാണുകയും വേദിയിലിരുന്ന് അവരുടെ കഴിവുകളെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി ആയിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇനി അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ അതിൽ 100-101% ശരിയാണ്. കഴിഞ്ഞില്ല, ഒരു സമ്മാനം കൂടിയുണ്ട്. ശ്രദ്ധ കലാനിധിയിൽ ജോയിൻ ചെയ്തിട്ട് 10 വർഷത്തിൽ ഏറെയായി. 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ദക്ഷിണാമൂർത്തി വയലാർ സംസ്ഥാന സംഗീതാലാപന മത്സരത്തിൽ 1ാം സ്ഥാനത്തിന് അർഹയായ കൊച്ചു മിടുക്കിയായിരുന്നു. അന്ന് MBBSന് ഫസ്റ്റ് ഇയറോ പേടിച്ചാണ് അജിത പങ്കെടുക്കാറുള്ളത്. ഇന്ന് എല്ലാ പ്രതിഭകളെയും മറികടന്ന്